Hello dears, welcome to ECS online class. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച ചാപ്റ്റർ 7ന്റെ വർക്കുകൾ കുറച്ച് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണ് ടെക്സ്റ്റ് ബുക്കിൽ. ആ പഠിച്ച അത്രയും ഭാഗത്തുള്ള പ്രാക്ടീസ് ബുക്കിലെ വർക്കുകളൊക്കെ ഇനി ഒന്ന് പരിചയപ്പെടാം. എല്ലാവരും പ്രാക്ടീസ് ബുക്കിൽ പേജ് നമ്പർ 45 എടുത്തേ. പേജ് നമ്പർ 45, ചാപ്റ്റർ 7, jugs and mugs. First question, complete the following conversions. നമ്മൾ എന്താണ് കൺവേർഷൻ പഠിക്കുകയാണല്ലോ. നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറയുന്നത് എന്താണ് 1000 മില്ലി-ലിറ്റർ എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, 2 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 ലിറ്റർ എന്ന് പറഞ്ഞാലോ 2 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2000 മില്ലി-ലിറ്റർ ആണ് അല്ലേ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി-ലിറ്റർ ആണെങ്കിൽ 2 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2000 മില്ലി-ലിറ്റർ ആണ് അല്ലേ. 2 × 1000 ചെയ്താൽ മതി, 2000 മില്ലി-ലിറ്റർ ആണ്. ഇനി അങ്ങനെയെങ്കിൽ 3 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3000 മില്ലി-ലിറ്റർ ആണ്. അവിടെ എഴുതിക്ക് എല്ലാവരും പെൻസിൽ ഉപയോഗിച്ച് എഴുതുക. ഇനി 12 ലിറ്റർ എന്ന് പറഞ്ഞാലോ 12,000, 1 2 0 0 0, 12 × 1000 ചെയ്യുമ്പോൾ എന്താണ്? 12,000 മില്ലി-ലിറ്റർ ആണ് അല്ലേ. മില്ലി-ലിറ്റർ എന്ന് പറയുന്നത് ചെറിയ യൂണിറ്റ് ആണ് അല്ലേ. അപ്പൊ അതിനാണ് ഏറ്റവും വലിയ നമ്പർ വരുന്നത്. അപ്പോൾ ലിറ്റർ എന്ന് പറയുന്നത് 1000 മില്ലി-ലിറ്റർ കൂടുമ്പോഴാണ് 1 ലിറ്റർ ആവുന്നത് അല്ലേ. അപ്പോൾ മില്ലി-ലിറ്റർ ആണ് ചെറിയ യൂണിറ്റ്, ലിറ്റർ എന്ന് പറയുന്നത് വലിയ യൂണിറ്റ് ആണ്. അപ്പോൾ മില്ലി-ലിറ്റർ എന്ന നമ്പറിനോട് വലിയ നമ്പർ ആയിരിക്കും വരുന്നത്, അത് ഓർമ്മ വേണം. ഓക്കെ, 12 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 12,000 മില്ലി-ലിറ്റർ ആണ്. അങ്ങനെയെങ്കിൽ 4000 മില്ലി-ലിറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4000 മില്ലി-ലിറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4000 മില്ലി-ലിറ്റർ എന്ന് പറയുന്നത് 4 ലിറ്റർ ആയിരിക്കും അല്ലേ. 4 ലിറ്റർ ആണ് അല്ലേ. 4 ലിറ്റർ എന്ന് പറയുന്നത് ഒരു വലിയ യൂണിറ്റ് ആണ്. അപ്പോൾ ചെറിയ നമ്പർ കൊടുത്തേ വരത്തുള്ളൂ. 4 ലിറ്റർ ആണ്. അങ്ങനെയെങ്കിൽ 9000 മില്ലി-ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആണ്? 9 ലിറ്റർ ആണ്. അവിടെ എഴുതുക. 17,000 മില്ലി-ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17 ലിറ്റർ ആണ്. 17 ലിറ്റർ ആണ്. ഇനി അടുത്തത് 3 ലിറ്റർ 450 ml. 3 ലിറ്റർ 450 ml. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാം? മില്ലി-ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്കറിയാം സെക്കൻഡ് കിടക്കുന്ന 450 ഓൾറെഡി മില്ലി-ലിറ്ററിൽ കിടക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ലിറ്ററിൽ കിടക്കുന്നത് എന്താണ്? 3 മാത്രമേ ഉള്ളൂ. ആ 3യെ നമുക്ക് മില്ലി-ലിറ്ററിലോട്ട് ആക്കിയ ഇത് രണ്ടും 2 യൂണിറ്റ് ആണ്. 3 ലിറ്ററും മില്ലി-ലിറ്ററും ആണ് അല്ലേ. 2 യൂണിറ്റ് കിടക്കാണ് ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ. നമുക്കപ്പോൾ ഒരൊറ്റ യൂണിറ്റ് ആയ മില്ലി-ലിറ്ററിലോട്ട് മാത്രമായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ്? 450 ഓൾറെഡി മില്ലി-ലിറ്ററിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് 3 ലിറ്ററിനെ മാത്രം മില്ലി-ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. 3 ലിറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലി-ലിറ്റർ ആണ്? 3000 മില്ലി-ലിറ്റർ ആണ്. അപ്പോൾ 3 ലിറ്റർ എന്ന് പറയുന്നത് 3000 മില്ലി-ലിറ്റർ പ്ലസ് 450 ml. ക്വസ്റ്റ്യനിലുള്ള 450 ml. അപ്പോൾ എത്രയായി? 3000 പ്ലസ് 450 എന്താണ്? 3450 ml ആണ് അല്ലേ ടോട്ടൽ. അപ്പോൾ 3 ലിറ്റർ 450 ml എന്ന് വെച്ചാൽ 3450 ml ആണ്. അങ്ങനെയെങ്കിൽ 4 ലിറ്റർ 750 ml എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4000 ലിറ്റർ പ്ലസ് 750 ml അല്ലേ. 750 എന്ന് പറഞ്ഞാൽ ഓൾറെഡി മില്ലി-ലിറ്ററിൽ കിടക്കുകയാണ്. 4 ലിറ്ററിനെ മാത്രം മില്ലി-ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. 4000 മില്ലി-ലിറ്റർ പ്ലസ് 750 മില്ലി-ലിറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4750 മില്ലി-ലിറ്റർ. ഓക്കെ, ഇനി അടുത്ത 7 ലിറ്റർ 50 മില്ലി-ലിറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 ലിറ്റർ 50 മില്ലി-ലിറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 ലിറ്റർ എന്ന് പറഞ്ഞാൽ 7000 മില്ലി-ലിറ്റർ ആണ്. ഇനി അവിടെ ഉള്ള 50 മില്ലി-ലിറ്റർ പ്ലസ് 50 മില്ലി-ലിറ്റർ. ഓക്കെ, 7 ലിറ്റർ എന്ന് പറഞ്ഞാൽ 7000 മില്ലി-ലിറ്റർ ആണ്. ഇനി ആ കൂട്ടത്തിലുള്ള 50 മില്ലി-ലിറ്റർ അതുപോലെ തന്നെ എഴുതി. ഇതിനോട് ആഡ് ചെയ്ത് 7000 പ്ലസ് 50 എന്താണ്? 7050 7050 ml. 7000 പ്ലസ് 50 ചെയ്ത് നോക്കിക്ക് എന്ത് കിട്ടും? 7050 എന്ന് കിട്ടും. അപ്പോൾ 7050. ഓക്കെ, 7050 ml ആണ്. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 5340 ml ml വന്നിരിക്കുക. ഓക്കെ, ആ ml നമുക്ക് എന്താക്കണം? ചെറിയ എന്താണ്? 5340 മില്ലി-ലിറ്റർ. നമുക്കറിയാം 1 ലിറ്റർ ഇസ് ഈക്വൽ ടു 1000 മില്ലി-ലിറ്റർ അല്ലേ. അപ്പം നമുക്ക് മില്ലി-ലിറ്ററിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം?
ഈ നമ്പറിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 5340 ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ 1000 3 പൂജ്യങ്ങളുണ്ട്. ഈ 5340 അതിൽ അവസാനം വരുന്ന 3 നമ്പേഴ്സ് ഏതാണ്? 340. 3 സ്ഥാനം മാറ്റി കുത്തിട്ട് കൊടുത്താൽ മതി. ഇപ്പൊ 5 ലിറ്റർ 340 ml. ഓക്കെ, 5340 ml. അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കുക, 5340 ml എന്ന് പറഞ്ഞാൽ എന്താണ്? 5000 ml പ്ലസ് 340 ml എന്നാണ് അല്ലെ. 5000 ml എന്ന് വെച്ചാൽ എന്താണ്? 5 ലിറ്റർ ആണ്. 5 ലിറ്റർ 340 ml ആണ്. ഓക്കെ, അല്ലെങ്കിൽ മില്ലി ലിറ്ററിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1000 ആക്കണം. മില്ലി ലിറ്റർ തന്നിട്ടുണ്ട്, ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന മില്ലി ലിറ്ററിന്റെ നമ്പറിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ 5340 ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ ഉത്തരം എന്താണ്? എന്ത് കിട്ടും? 5.340 എന്ന് കിട്ടും. ഓക്കെ, 5.340 എന്ന് കിട്ടും. 5.340 എന്ന് വെച്ചാൽ എന്താണ്? എന്ത് കിട്ടും? 5.340 എന്ന് വെച്ചാൽ 5 ലിറ്റർ 340 ml ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2550 ml. ഓക്കെ, ഇത് നമുക്ക് ലിറ്ററിലോട്ട് മില്ലി ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. 2000 ml പ്ലസ് 550 ml ആണ് അല്ലേ. 2550 സ്പ്ലിറ്റ് ചെയ്താലോ? 2000 ml പ്ലസ് 550 ml എന്ന് എഴുതാം. 2000 ml എന്ന് വെച്ചാൽ എന്താണ്? 2 ലിറ്റർ ആണ്. പിന്നെയോ 550 ml. ഓക്കെ, ഇനി അടുത്തത് 6075 ml എന്നാണ്. അപ്പോൾ നമുക്ക് 6000 ml എന്ന് എഴുതാം. 75 പ്ലസ് 75 ml എന്ന് എഴുതാം. 6000 ml പ്ലസ് 75 ml. അപ്പോൾ 6000 ml എന്ന് വെച്ചാൽ 6 ലിറ്റർ ആണ്. 6 ലിറ്റർ 75 ml എന്ന് എഴുതി. ഓക്കെ, മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? 60 സ്ഥാനത്ത് ഒന്നുമില്ല, അത് ഓർമ്മ വേണം. 6075 ml എന്നതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 6നെ എന്താണ്? 1000 സ്ഥാനത്താണ് 6 കിടക്കുന്നത്. അപ്പോൾ 6000 ml എന്ന് എഴുതി. ഇനിയോ 75 എന്നുള്ള 10s ones മാത്രമേ ഉള്ളൂ. 75 ml എന്ന് എഴുതി. 6000 ml പ്ലസ് 75 ml. 6000 ml 6 ലിറ്റർ എന്നാക്കാം. 75 ml അതുപോലെ തന്നെ എഴുതാം. അപ്പോൾ 6 ലിറ്റർ 75 ml എന്നാണ് ഉത്തരം വരുന്നത്. ഇനി അടുത്തത്, how many times the container will be used to measure? എന്താണ്? ഓരോ അളവുകളും പറഞ്ഞിട്ടുണ്ട്. ആ അളവുകളിൽ എന്താണ് ഏതൊക്കെ കണ്ടെയ്നേഴ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത് എന്ന് കണ്ടുപിടിക്കണം. നോക്കാം. ഫസ്റ്റ് എന്താണ്? 150 ml ഓഫ് ഓയിൽ. ആദ്യം 150 ml 150 മില്ലി ലിറ്റർ ഓയിൽ വേണം. അപ്പൊ അതിന് ഏതൊക്കെ അളവ് പാത്രങ്ങൾ ഉപയോഗിക്കാം? 50 ml നിറച്ചൊരു പാത്രം ഓയിൽ എടുക്കാം. പിന്നെ 100 ml നിറച്ചൊരു പാത്രം ഓയിൽ എടുക്കാം. അപ്പൊ രണ്ടും കൂടെ ആകുമ്പോൾ 150 ആയില്ലേ. അപ്പൊ അവിടെ എന്താണ്? 150 ml ഒരു പാത്രവും 100 ml ഒരു പാത്രവും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു പാത്രം. ഇനി അടുത്ത 600 ml ഓഫ് വാട്ടർ. ഇനി 600 മില്ലി ലിറ്റർ വാട്ടർ വേണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഏതൊക്കെ പാത്രങ്ങൾ എടുക്കാൻ സാധിക്കും? 600 ml മതി. ഓക്കെ, അപ്പൊ ഏതൊക്കെ പാത്രങ്ങൾ എടുക്കാം? എല്ലാവരും ചിന്തിച്ചേ. 100ന്റെ ഒരു ml പാത്രം എടുക്കാം. ഇനിയോ 500ന്റെ ഒരു ml പാത്രം എടുക്കാം. ഓക്കെ, 100 ml പാത്രം എടുക്കാം, 500 ml പാത്രം എടുക്കാം. അല്ലെങ്കിൽ 200 ml പാത്രം 3 പ്രാവശ്യം ഉപയോഗിച്ചാൽ പോലെ. 200 പ്ലസ് 200 പ്ലസ് 200 എന്താണ്? 600 ആണ്. അപ്പോൾ ഒന്നെങ്കിൽ 200 മില്ലി ലിറ്ററിന്റെ അവിടെ 600 മില്ലി ലിറ്റർ ഓഫ് വാട്ടർ എന്ന ആ കോളത്തിന് നേരെ 200 മില്ലി ലിറ്ററിന് താഴെയായിട്ട് 3 എന്ന നമ്പർ ഇടുക. അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? 500 പ്ലസ് 100 600 തന്നെയാണ് അല്ലേ. 500 മില്ലി ലിറ്ററിന്റെ അവിടെ കാണണം, 100 മില്ലി ലിറ്ററിന്റെ അവിടെ കാണണം. ആക്കി അങ്ങനെ എഴുതാം. ഇനി അടുത്തത് 1 ലിറ്റർ 500 ml ഓഫ് പെട്രോൾ. 1 ലിറ്ററും 500 ml പെട്രോളും വേണം. അപ്പൊ നമുക്ക് ഏതൊക്കെ ക്യാൻ എടുക്കാൻ സാധിക്കും? 1 ലിറ്ററിന്റെ ഒരു ക്യാൻ ഉണ്ട്, അപ്പോൾ അവിടെ 1 കൊടുക്കാം. പിന്നെ 500 ml ഒരു ക്യാനും ഉണ്ട്, അപ്പൊ അവിടെയും 1 കൊടുക്കാം. 1 ലിറ്റർ 500 ml ആയാലും ആ പെട്രോൾ എടുക്കാൻ വേണ്ടി ആ 2 പാത്രങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഇനി 850 ml ഓഫ് മിൽക്ക്. 850 ml ഓഫ് മിൽക്ക്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പാത്രങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും? 500 ml ഒന്ന് എടുക്കാം. അപ്പോൾ 500 ആയി. 200 ml ഒന്ന് എടുക്കാം. അപ്പോൾ 500 പ്ലസ് 200 700 ആയി. ഇനി 100 ml ഒന്ന് എടുത്തു. അപ്പോഴോ
700 plus 100 800 ആയി. ഇനി 50 ml ഒന്നെടുത്തു. അപ്പോൾ 800 plus 50 850 ml ആയി. അപ്പോൾ 50യുടെ ഒരു പാത്രം, 100ന്റെ ഒരു പാത്രം, 200ന്റെ ഒരു പാത്രം, 500ന്റെ ഒരു പാത്രം എടുക്കേണ്ടതാണ് അല്ലേ. ഇനി അടുത്തത് 2 liter 150 ml ഓഫ് കെറോസിൻ. 2 ലിറ്റർ 150 ml കെറോസിൻ വേണം. 2 ലിറ്റർ കെറോസിൻ വേണമെങ്കിൽ നമ്മൾ 2 പ്രാവശ്യം ഈ 1 ലിറ്ററിന്റെ ക്യാൻ എടുക്കണം അല്ലേ. 1 ലിറ്ററിന്റെ ക്യാനിലൂടെ 2 എന്ന് എഴുതുക. ഇനിയോ 150 ml 100ന്റെ ഒരു പാത്രം ഒരു പ്രാവശ്യം എടുക്കുക, 50യുടെ ഒരു പാത്രം ഒരു പ്രാവശ്യം എടുക്കുക. 50 1 100 1 ലിറ്ററിന്റെ അവിടെ 2 എന്ന് എഴുതുക. ഇനി 1 liter 350 ml ഓഫ് വിനാഗിർ എത്രയാണ്? 1 ലിറ്ററും 350 ml വേണം. 1 ലിറ്ററിന്റെ ഒരു ക്യാൻ ഒരു പ്രാവശ്യം എടുക്കാം, 200ന്റെ ക്യാൻ ഒരു പ്രാവശ്യം എടുക്കാം, 100ന്റെ ക്യാൻ ഒരു പ്രാവശ്യം എടുക്കാം, 50യുടെ ക്യാൻ ഒരു പ്രാവശ്യം എടുക്കാം. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 liter 350 ml കിട്ടും അല്ലേ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അഡീഷൻ ആണ്. ലിറ്ററിന്റെയും മില്ലി ലിറ്ററിന്റെയും നമ്മൾ സാധാരണ അഡീഷൻ ചെയ്യുന്ന അതേ രീതി തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, 3 liter 250 ml പ്ലസ് 4 liter 375 ml. ഓക്കെ, നമുക്ക് ആഡ് ചെയ്യാം. ഫസ്റ്റ് നമ്പർ ഏതാണ്? 1 സ്ഥാനത്ത് 0 പ്ലസ് 5 ആണ്. പിന്നെ 10 സ്ഥാനത്ത് 5 പ്ലസ് 7 എന്താണ്? 12 ആണ്. 12ന്റെ 2 എഴുതി ക്യാരി 1 മുകളിൽ കൊടുത്തു. 1 പ്ലസ് 2 എന്താണ്? 3 പ്ലസ് 3 എന്താണ്? 6. അപ്പോൾ മില്ലി ലിറ്ററിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി 3 പ്ലസ് 4 എന്താണ്? 7 ആണ്. അപ്പോൾ ഉത്തരം എന്ത് കിട്ടി? 7 liter 625 മില്ലി ലിറ്റർ എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ 4 liter 325 മില്ലി ലിറ്റർ പ്ലസ് 5 liter 550 മില്ലി ലിറ്റർ. ഓക്കെ, ആഡ് ചെയ്യാം. 5 പ്ലസ് 0 എന്താണ്? 5 ആണ്. 2 പ്ലസ് 5 7 ആണ്. 3 പ്ലസ് 5 8 ആണ്. 4 പ്ലസ് 5 9 ആണ്. ഉത്തരം എന്ത് കിട്ടി? 9 liter 875 മില്ലി ലിറ്റർ എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ 3 liter 750 ml പ്ലസ് 2 liter 525 ml. ഓക്കെ, ആഡ് ചെയ്യാം. 0 പ്ലസ് 5 5 ആണ്. 5 പ്ലസ് 2 എന്താണ്? 7 ആണ്. 7 പ്ലസ് 5 എന്താണ്? 12 ആണ്. 12ന്റെ 1ന്റെ സ്ഥാനത്തുള്ള 2 എഴുതി, 10ന്റെ സ്ഥാനത്തുള്ള 1 ഇപ്പുറത്ത് 3ക്ക് കൊടുത്തു അല്ലേ. ഓക്കെ, 12 7 പ്ലസ് 5 12 ആണ്. 2 എഴുതി, 1 സാധാരണ നമ്മൾ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ നമ്പറിന്റെ മുകളിൽ കൊടുത്തു. 3 പ്ലസ് 1 4 4 പ്ലസ് 6 4 പ്ലസ് 2 എന്താണ്? 6. ഉത്തരം എന്ത് കിട്ടി? 6 liter 275 മില്ലി ലിറ്റർ എന്ന് കിട്ടി അല്ലേ. അഡീഷൻ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണെന്ന് മനസ്സിലായോ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ചെയ്യണം. എന്താണ്? 7 liter 850 മില്ലി ലിറ്റർ പ്ലസ് 6 liter 575 മില്ലി ലിറ്റർ എന്നുള്ളത് ക്വസ്റ്റ്യൻ ചെയ്യുക. ഉത്തരം 14 liter 425 മില്ലി ലിറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരു തവണ ആൻസർ പറഞ്ഞുള്ളൂ. എല്ലാവരും സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ഷൻ ഇതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല, ഇതുപോലെ തന്നെ. ലിറ്റർ മില്ലി ലിറ്റർ എന്താണ്? 7 liter 850 മില്ലി ലിറ്റർ മൈനസ് 4 liter 375 മില്ലി ലിറ്റർ. നമുക്ക് മൈനസ് ചെയ്യാം. 0 മൈനസ് 5 പറ്റുമോ? ഇല്ല, ബോറോ ചെയ്യാം. 5നെ 4 ആക്കി, 0ക്ക് 10 ആക്കി കൊടുത്തു അല്ലേ. ഒരെണ്ണം കടം വാങ്ങിച്ചു, കൂട്ടി വായിച്ചു. 10 മൈനസ് 5 എന്താണ്? 5 ആണ്. ഇനി 4 മൈനസ് 7 പറ്റുമോ? ഇല്ല. ഇപ്പുറത്തുനിന്ന് ബോറോ ചെയ്യാം. 8നെ 7 ആക്കി കൊടുത്തു, 1 മൈനസ് ചെയ്ത് കൊടുത്തു. ആ 1 ഇങ്ങോട്ട് 4ന് കൊടുത്തു, കൂട്ടി വായിച്ചു, 14 എന്ന് വായിച്ചു. 14 മൈനസ് 7 എന്താണ്? 7 ആണ്. ഓക്കെ, അപ്പോൾ ഇനി 8 മൈനസ് 7 ആയില്ലേ. 7 മൈനസ് 3 എന്താണ്? 4 ആണ്. 7 മൈനസ് 4 എന്താണ്? 3 ആണ്. ഉത്തരം എന്ത് കിട്ടി? 3 liter 475 മില്ലി ലിറ്റർ എന്ന് കിട്ടി. ഞാൻ ഈ പറയുന്നത് കേട്ട് സ്വന്തമായിട്ട് എല്ലാവരും പ്രാക്ടീസ് ബുക്കിൽ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എൻ്റെ കൂടെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ 8 liter 575 മില്ലി ലിറ്റർ പ്ലസ് 3 liter 250 മില്ലി ലിറ്റർ. നമുക്ക് മൈനസ് ചെയ്യാം. 5 മൈനസ് 0 5 ആണ്. 7 മൈനസ് 5 2 ആണ്. 5 മൈനസ് 2 എന്താണ്? 3 ആണ്. 8 മൈനസ് 3 എന്താണ്? 5 ആണ്. 5 liter 325 മില്ലി ലിറ്റർ എന്ന് ഉത്തരം കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 6 liter 250 മില്ലി ലിറ്റർ മൈനസ് 2 liter 500 മില്ലി ലിറ്റർ. ഓക്കെ, 0 മൈനസ് 0 0 ആണ്. 5 മൈനസ് 0 എന്താണ്? 5 ആണ്. 2 മൈനസ് 5 പറ്റത്തില്ല. തൊട്ടിപ്പുറത്ത് നമ്പറിൽ നിന്ന് കടം വാങ്ങിക്കാം. 6നെ 5 ആക്കി.
ആ 1 ഇങ്ങോട്ട് കടം കൊടുത്ത് 12 എന്ന് കൂട്ടി വായിച്ചു. 12 മൈനസ് 5 എന്താണ്? 7 ആണ്. ഇനി 5 മൈനസ് 2 എന്താണ്? 3 ആണ്. ഉത്തരം എന്ത് കിട്ടി? 3 liters and 50 milliliter എന്ന് കിട്ടി. ഓക്കെ, അതിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുക. 7 liter 175 milliliter മൈനസ് 3 liter 425 milliliter സ്വന്തമായിട്ട് ചെയ്യുക. ഉത്തരം 3 liter 750 milliliter എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പിന്നെയും അഡീഷൻ ആണ്, പക്ഷേ അവിടെ വ്യത്യാസമുണ്ട്. എന്താണ്? കൺവേർട്ട് ഇറ്റ് ഇൻറ്റു മില്ലിലിറ്റർ ആൻഡ് ആഡ്. എന്താണ് ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ? ഓരോ സൈഡിലെയും എന്താണ് ലിറ്ററിലും മില്ലി ലിറ്ററിലും കിടക്കുകയാണ്. നമ്മൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് മില്ലി ലിറ്ററിലാക്കിയിട്ട് വേണം അഡീഷൻ ചെയ്യാൻ. 4 ലിറ്റർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. 4 ലിറ്റർ 450 ml പ്ലസ് എന്താണ് 7 ലിറ്റർ എന്താണ് 320 ml. ഓക്കെ, കൺവേർട്ട് ചെയ്യാം. 4 ലിറ്റർ 450 ml എന്ന് പറഞ്ഞാൽ എന്താണ്? 4000 milliliter പ്ലസ് 450 milliliter ആണ്. അപ്പോൾ 4 ലിറ്റർ 450 ml എന്ന് വെച്ചാൽ 4000 ml പ്ലസ് 450 ml എന്നാണ് അല്ലേ. ഇനി 7 ലിറ്റർ 320 milliliter എന്ന് വെച്ചാൽ എന്താണ്? 7000 milliliter പ്ലസ് 320 milliliter എന്നാണ്. നമുക്ക് ഇനി കൂട്ടി എഴുതാം. 4000 പ്ലസ് 450 എന്താണ്? 4450 ml ആണ്. പ്ലസ് 7000 പ്ലസ് 320 എന്താണ്? 7320 ml ആണ്. ഇനി രണ്ട് ആഡ് ചെയ്യാലോ. 4450 ml പ്ലസ് 7320 ml എന്താണ്? 0. 5 plus 2 7, 4 plus 3 7, 7 plus 4 11. ഉത്തരം എന്ത് കിട്ടി? 11,770 ml എന്ന് കിട്ടി. ആ ഉത്തരം മില്ലി ലിറ്ററിലാണല്ലേ കിട്ടിയേക്കുന്നത്. കാരണം എന്താ? ഈ ക്വസ്റ്റിന് കംപ്ലീറ്റ് നമ്മൾ മില്ലി ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഉത്തരവും മില്ലി ലിറ്ററിൽ കിട്ടും. നമുക്ക് ഇപ്പം ഉത്തരം മില്ലി ലിറ്ററിൽ കിട്ടിയാലും മതി. എന്നാലും മിസ് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. 11,770 milliliter എന്ന് പറയുന്നത് 11 ലിറ്റർ 770 milliliter ആണ് എന്നൊരാരും ഒന്ന് അറിഞ്ഞിരിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ അവരുടെ സൈഡിൽ എഴുതി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 8 ലിറ്റർ 850 ml പ്ലസ് 6 ലിറ്റർ 725 ml എന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് കൺവേർട്ട് ചെയ്യാം. എല്ലാത്തിനെയും മില്ലി ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യും. 8 ലിറ്റർ 850 milliliter എന്ന് പറഞ്ഞാൽ എന്താണ്? 8850 ml ആണ്. 8000 പ്ലസ് 850 പ്ലസ് 6 ലിറ്റർ 725 milliliter എന്ന് പറഞ്ഞാൽ എന്താണ്? 6725 milliliter ആണ്. 6000 പ്ലസ് 725 ഇറ്റ് ഈസ് ഈക്വൽ ടു 6725 milliliter ആണ്. അപ്പോൾ ഇനി ആഡ് ചെയ്യാമല്ലോ. രണ്ടുകൂടെ ആഡ് ചെയ്താൽ എന്ത് ഉത്തരം കിട്ടും? ഇതുപോലെ സാധാരണ നമ്മൾ ആഡ് ചെയ്യുന്ന പോലെ ചെയ്താൽ ഉത്തരം കിട്ടുന്നത് 15,575 milliliter എന്ന ആൻസർ കിട്ടും. ആ ആൻസറിനെ 15 ലിറ്റർ 575 milliliter എന്നും എഴുതാം. ഓക്കെ, എല്ലാവരും ഇത് ബാക്കിയുള്ള എല്ലാ പ്രോബ്ലംസും സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെയും മിസ്സിന് ഈ വീഡിയോ റിവൈൻഡ് ചെയ്ത് കേൾക്കുക. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. ഇനി അടുത്തത് കൺവേർട്ട് ഇൻറ്റു മില്ലിലിറ്റർ ആൻഡ് സബ്ട്രാക്ട്. ഇവിടെ നമ്മൾ അഡീഷൻ മില്ലിലിറ്ററിലോട്ട് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തല്ലേ. ഇനി എന്താണ്? സബ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. 6 ലിറ്റർ 450 milliliter മൈനസ് ആണ് കേട്ടോ, പ്ലസ് അല്ല മൈനസ് ആണ്. 3 ലിറ്റർ 630 milliliter. ഓക്കെ, നമുക്കപ്പോൾ എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാം. എന്ത് ചെയ്യാം? ഒറ്റ യൂണിറ്റോട്ടിലാക്കാം. 6450 milliliter എന്ന് പറയും. 6000 പ്ലസ് 450 എന്താണ്? 6450 milliliter ആണ്. മൈനസ് 3630 ml അല്ലെ. 3000 പ്ലസ് 630 എന്താണ്? 3630 ml ആണ്. ഇനി മൈനസ് ചെയ്യാലോ. 6450 ml മൈനസ് 3630. സാധാരണ മൈനസ് ചെയ്യുന്നില്ല. 0 മൈനസ് 0 0. 5 മൈനസ് 3 എന്താണ്? 2 ആണ്. 4 മൈനസ് 6 പറ്റത്തില്ല. 5 ആക്കി 14 ആക്കി. 14 മൈനസ് 6 എന്താണ്? 8 ആണ്. 5 മൈനസ് 3 എന്താണ്? 2 ആണ്. അപ്പോൾ ഉത്തരം എന്ത് കിട്ടി? 2820 milliliter എന്ന് കിട്ടും. 2820 milliliter എന്ന് കിട്ടും. അത് 2 ലിറ്റർ 820 milliliter ആണ്. ഓക്കെ, അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 7 ലിറ്റർ 710 milliliter മൈനസ് ആക്കുക.
എല്ലാം മൈനസ് ആക്കുക. റാങ്കോട്ടുള്ളത് 2 ലിറ്റർ 750 മില്ലി ലിറ്റർ എന്നാണ്. നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം. 7710 മില്ലി ലിറ്റർ മൈനസ് 2750 മില്ലി ലിറ്റർ. ഓക്കെ, മൈനസ് ചെയ്യാം. എന്ത് ഇത്ര കിട്ടും? 7710 മൈനസ് 2750. 0 മൈനസ് 0 0, 1 മൈനസ് 5 പറ്റത്തില്ല, 6 ആക്കി. 11 ആക്കി. 11 മൈനസ് 5 6 ആണ്. ഇനി 6 ആക്കി. 16 മൈനസ് 7 എന്താണ്? 3 9 ആണ്. 6 മൈനസ് 2 4 ആണ്. ഉത്തരം എന്ത് കിട്ടി? 4860 ml എന്ന് കിട്ടി. അതെന്താണ്? 4 ലിറ്റർ 960 ml ആണ്. ഓക്കെ, അങ്ങനെ ആ ബാക്കിയുള്ള പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യുക. പേജ് നമ്പർ 46, പേജ് നമ്പർ 45 ഇതിലെ വർക്ക്സ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് ഹോംവർക്ക് ആയിട്ട് ഇട്ട് തരിക. ഡൗട്ട് മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. വീഡിയോസ് പിന്നെയും റിവൈൻഡ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഡൗട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.